കഴിഞ്ഞ 4 തവണയും ഞാൻ നിങ്ങൾക്കയച്ച കത്തുകൾ നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു. എനിക്കറിയാം, പണത്തിന് പിറകെയുള്ള നിങ്ങളുടെ ഈ ഓട്ടത്തിനിടയിൽ എൻ്റെ കത്തുകൾക്കെല്ലാം എന്ത് സ്ഥാനം. ഇതെൻ്റെ 5ാമത്തെ കത്താണ്. അല്ല, അവസാനത്തെ. വിജയങ്ങൾ താങ്കളെ വല്ലാതെ ലഹരി പിടിപ്പിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. തന്ത്രങ്ങളിലൂടെയും ചതിയിലൂടെയും നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങൾ മറന്നുപോകുന്ന ഒരു ജനതയുണ്ട്. അവർക്കൊപ്പം അവരുടെ അവകാശങ്ങളെയും സ്വപ്നങ്ങളെയുമാണ് നിങ്ങളും നിങ്ങൾ ഉൾപ്പെടുന്ന കുത്തകകളും തകർക്കുന്നത്. ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയില്ലേ? ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടെ ഈ കളികളും തന്ത്രങ്ങളുമൊക്കെ? അതല്ല, ഈ കത്തിനെയും അവഗണിച്ച് കാര്യങ്ങൾ പഴയ പോലെ തുടരാനാണ് ഭാവമെങ്കിൽ പറഞ്ഞേക്കാം, അടുത്ത കത്ത് വായിക്കാൻ നിങ്ങൾ ഈ ഭൂമിയിലുണ്ടാകില്ല. Excuse me, where's ICU? Take the elevator, turn right, first. Thank you. Thank you.
ഡോക്ടർ യെസ് ഹായ്, ഓക്കെ. ഐ എം സൂരജ്. മിസ്റ്റർ ശേഖറിൻ്റെ കമ്പനിയുടെ മാനേജറാണ്. ഐ വാസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ. Yeah. ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഓക്കെ. ഹൗ ഈസ് ഹി? കുറച്ച് ക്രിട്ടിക്കലാണ്. 24 hours ഒബ്സർവേഷനിലാണ്. ഡീപ്പ് ഹെഡ് ഇഞ്ചുറി ഉണ്ട്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി വാട്ട് ഹാപ്പൻ? പോലീസുമായി കോർഡിനേറ്റ് ചെയ്തത് വൺ മിസ്റ്റർ റോബി ഫെർണാണ്ടസ് ആണ്. റോബി ഫെർണാണ്ടസ്. യെസ്, ഹീസ് അവർ ക്ലയൻറ്റ്. ഐ ഗസ് ഹീ സംവേ ഹിയർ. മേ ബി ഇൻ ദ കോഫി ഷോപ്പ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. മിസ്റ്റർ റോബി. Yes, I'm Robbie. ഹായ് മിസ്റ്റർ റോബി, ഐ എം സൂരജ്. Yeah. സൂരജ് മേനോൻ. ശേഖർജി താങ്കളെക്കുറിച്ച് ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. എനിവേ, നൈസ് ടു മീറ്റ് യു. ഓക്കെ, താങ്ക്സ്. താങ്കളെപ്പറ്റി ഞാനൊന്നും കേട്ടിട്ടില്ല. പക്ഷെ ഒരു ക്ലയൻറ്റ് വരുമെന്നും പേര് റോബിയാണെന്നും അറിഞ്ഞിരുന്നു. സോ വെൽക്കം. Thank you. How was your Muscat trip? Anything finalized? ഇറ്റ്സ് ഗുഡ്. ഡോക്ടർ പറഞ്ഞത് പോലീസിനോട് കോർഡിനേറ്റ് താങ്കളെന്നാണ്. ആക്ച്വലി എന്താണ് സംഭവിച്ചത്? പ്രത്യക്ഷത്തിൽ ഒരു ആക്സിഡന്റ് ആണെങ്കിലും ചില സംശയങ്ങൾ പോലീസിനുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇത്രയും വൈകി കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വൈ? അല്ല, നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പോശം വെച്ച് പറഞ്ഞാണ്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈയിടെയായി നിങ്ങളും ബോസും തമ്മിൽ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് കേട്ടു. പ്രത്യേകിച്ച് ചില ടെൻഡറുകൾ കോട്ട് ചെയ്യുന്നതിൽ. മിസ്റ്റർ റോബി, ദിസ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. പിന്നെ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ താങ്കൾക്ക് നൽകേണ്ട കാര്യം എനിക്കില്ല. ബിക്കോസ് യു ആർ ജസ്റ്റ് എ ക്ലയൻറ്റ് ഓഫ് അവർ കമ്പനി. മിസ്റ്റർ സൂരജ്, I am not your client, but your boss, Mr. Shekhar, he is my client. What do you mean? I mean what I said. I didn't get you. Don't worry, soon you will. നിങ്ങളുടെ കമ്പനിയിൽ നിന്നും പല കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് എങ്ങനെയോ ചോരുന്നു. പിന്നെ അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ചില ഭീഷണികളുടെ സ്വരത്തിലുള്ള കത്തുകൾ ആരായാലും ഒന്ന് പതറിപ്പോകും. ശേഖർജിയുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് നാട്ടിൽ സർവീസുള്ള ഞാൻ ടെമ്പററി ലീവ് എടുത്ത് ഇന്നലെ വൈകിട്ട് ഇവിടെ ലാൻഡ് ചെയ്തത്. സാവധാനം ഒരു ക്ലയൻറ്റിൻ്റെ രൂപത്തിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് ടുഡേ മോർണിംഗ് ശേഖർജിയുടെ ഒരു കോൾ കാര്യങ്ങളുടെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലാക്കി തന്നു. മോർണിംഗ് ശേഖർജി. അങ്ങനെ 5ാമത്തെ കത്തും കിട്ടി, അതും എൻ്റെ കമ്പനിയുടെ ലെറ്റർ പാഡിൽ. ഐ സീ. എൻ്റെ എല്ലാ ബിസിനസ് രഹസ്യങ്ങളും അറിയാവുന്ന ധൈര്യത്തിൽ എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ആ ശത്രു അതാരാണെന്ന് എനിക്കറിയണം. അതിനുവേണ്ടിയാണ് റോബിയെപ്പോലൊരു പ്രൊഫഷണലിൻ്റെ സഹായം ഞാൻ തേടുന്നത്. യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നത്തിങ് ടു വെറി ശേഖർജി. താങ്കൾ വിചാരിക്കുന്ന പോലെ കള്ളൻ കപ്പലിൽ തന്നെയാകും. അതെ, ചിലപ്പോൾ എൻ്റെ കയ്യെത്തും ദൂരത്താകും അയാൾ. Definitely, I will trap him. So, can we meet this afternoon? Yes, Susan. Come in. So we'll meet at 7 o'clock at home? Okay. Done. Yeah.
സൂസൻ ജോർജ്, ശേഖർജിയുടെ വിശ്വസ്തയായ പേഴ്സണൽ സെക്രട്ടറി. സൂരജിന് സൂസനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കഴിഞ്ഞ 10 വർഷമായി കൂടെ നിൽക്കുന്ന താങ്കളെക്കാൾ വിശ്വാസവും സ്നേഹവും വെറും 2 വർഷം കൊണ്ട് സൂസൻ ശേഖർജിയിൽ നിന്ന് നേടിയതെങ്ങനെ? പിന്നെ സ്ത്രീ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മാന്യത എന്നേക്കാൾ താങ്കൾക്കറിയാമല്ലോ. സോ അതല്ല, സൂസന് 2 വർഷത്തിൽ 2 പ്രൊമോഷൻ, ഒരു ടെർമിനേഷനും കിട്ടിയിട്ടുണ്ട്. ടെർമിനേഷനോ? സൂസനോ? യെസ്, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ആ ഡീറ്റെയിൽസ് സൂസൻ അറിയാമായിരിക്കുമല്ലോ. പക്ഷെ എനിക്കറിയേണ്ടത് താങ്കളും ശേഖർജിയുമായുള്ള പൊരുത്തക്കേടുകളുടെ ഡീറ്റെയിൽസ് ആണ്. ബിസിനസ്സിൽ പലവിധ കള്ളക്കളികളും ഉണ്ടാകും. അതൊരു പരിധിവരെ എല്ലാവർക്കും അറിയാം. പക്ഷേ പലർക്കും അറിയാത്ത ചില മിസ്റ്റിക് ഗെയിംസുകളുണ്ട്. ഉദാഹരണത്തിന്, പുതുതായി വരുന്ന കമ്പനികളെ പലവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ലഭിച്ചേക്കാവുന്ന കോൺട്രാക്റ്റുകൾ സ്പൈ വർക്കിലൂടെ തട്ടിയെടുക്കുക. വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടി ഇത്തരം പണികൾ ചെയ്യുന്ന ഒരു ടൈപ്പ് വൈറ്റ് കോളർ മാഫിയ തന്നെ ഇവിടെ ഒരുപാടുണ്ട്. അതിൽ പേര് കേട്ട സമീറിനെ പോലുള്ള ഫ്രോഡുകളെ ശേഖർജിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ സൂസനാണ്. ഓ, ഐ സി. പല ഘട്ടങ്ങളിലും ഞാനും ശേഖർജിയും ഇതേ ചൊല്ലി കലഹിച്ചിട്ടുണ്ട്. പക്ഷേ 2 മാസം മുമ്പ് ഞങ്ങളുടെ കമ്പനിയുടെ ചതിയിൽപ്പെട്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഡെമക്സ് ഇൻ്റർനാഷണൽ കമ്പനിയുടെ MD എബിൻ ജോർജ് എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ നെയ്ബറായിരുന്നു. ആ പ്രശ്നം ഞങ്ങൾ ഒരുപാട് അകറ്റി. ആ കുടുംബത്തിൻ്റെ ദയനീയാവസ്ഥ അത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് ഞാനതൊക്കെ ഇവിടെ പറഞ്ഞത്. ബിസിനസ് ആകുമ്പോൾ ജയവും തോൽവിയും സാധാരണമാണ്. പക്ഷേ മറ്റുള്ളവരുടെ ജയത്തിന് വേണ്ടി ഞാനൊരിക്കലും തോറ്റു കൊടുക്കാറില്ല. സാർ എവിടെയാണ് തോറ്റിട്ടുള്ളത്? തോറ്റു നിൽക്കുന്ന അവരല്ലേ. ഒരുപക്ഷെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പോലും സാറിന് എന്താണ്? ആ കുട്ടികൾക്ക് അവരുടെ അച്ഛനെ നഷ്ടപ്പെട്ടേനെ, ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടേനെ, ആ മാതാപിതാക്കൾക്ക് അവരുടെ മകനെയും. ഗുഡ് ആഫ്റ്റർനൂൺ. ഞങ്ങളുടെ സിറ്റി ബ്രാഞ്ച് ഓഫീസിലേക്ക് ഒരു ക്ലയൻറ്റിൻ്റെ പ്രസൻറ്റേഷന് വേണ്ടിയാണ് ഞാൻ അന്ന് അവിടെ ചെന്നത്. ഒരു ക്യാപ്പച്ചിനോ ബോസിൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. From my side, the presentations are ready. What happened to you, sir? Headache? Can I get some medicine for you? നോ. Then, what do you want, sir? വാട്ട്സ് യുവർ സ്റ്റാഫ് ID number? Mine? Yes. 52000495. സർ 4:30 തന്നെയല്ലേ നമ്മുടെ പ്രസന്റേഷൻ തുടങ്ങുന്നത്? Termination? So why? Any mistakes from my side? No questions. Just clear off. Sir, all documents for the presentations are ready. I said just clear off.
അങ്ങനെ എൻ്റെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു പോയി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പിറ്റേന്ന് രാവിലെ ബോസിൻ്റെ കോൾ വരുന്നത്. ഹലോ. Hello, Susan? Hello? Susan, where are you? Where is the document? See, today is the last day for submission. So we have to submit it today itself. സർ, yesterday Yes, Susan, yesterday is over. Let's talk about today. What happened to you? സർ, ഞാനിപ്പം വീട്ടിലാണ്. Susan, can you come now? Half an hour, I'll be there. Yep, okay. എൻ്റെ അപ്പോഴുള്ള അവസ്ഥയിൽ എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഐ ജോയിൻഡ് ബാക്ക് അന്ന് തന്നെ. പിന്നെ ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ ഡിസ്കഷനും ഉണ്ടായിട്ടില്ല. അന്ന് സൂരജിനോട് മാത്രമാണ് ഇത് ഷെയർ ചെയ്തല്ലേ? അതൊരു ഷെയറിംഗ് ഒന്നും അല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഞാനാണെന്നാണ് സൂസന്റെ സംശയം. ആ സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ബിക്കോസ് എനിക്ക് മുമ്പ് ശേഖർജിയെ മീറ്റ് ചെയ്തത് നിങ്ങളായിരുന്നല്ലോ. സോ വാട്ട്? യു ആർ ദ വൺ ബിഹൈൻഡ് ഇറ്റ്. അതിൻ്റെ എല്ലാം ക്ലാരിഫിക്കേഷൻ ഞാൻ പലതവണ തന്നിട്ടുള്ളതാണ്. ക്യാൻ യു പ്ലീസ് സ്റ്റോപ്പ് ദിസ് ആർഗ്യുമെന്റ്? ഞാൻ നിങ്ങളുടെ തർക്കം തീർക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഐ എം സോറി. ഞാൻ പറഞ്ഞല്ലോ, ശേഖർജിയുടെ താല്പര്യപ്രകാരം ഞാനൊരു ഇൻറ്റേർണൽ ഇൻവെസ്റ്റിഗേഷനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഒതുങ്ങിയില്ലെങ്കിൽ ഇവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് എന്നെക്കാളും നിങ്ങൾക്കറിയാമല്ലോ. സോ ഐ നീഡ് എ സോളിഡ് ആൻസർ ഫോർ മൈ ക്വസ്റ്റ്യൻസ് ഫ്രം ബോത്ത് ഓഫ് യു. ഓക്കെ? Susan, how is Jerry? Who? I mean, your boyfriend. No idea. Why? ഇപ്പോൾ എനിക്ക് അയാളുമായി യാതൊരുവിധ ബന്ധവുമില്ല. എന്തു പറ്റി? ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തതുപോലെ ജെറിയെയും ലൈഫിൽ നിന്ന് ഒഴിവാക്കിയോ? പ്ലീസ്, ഇറ്റ്സ് മൈ പേഴ്സണൽ മാറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. സോ വാട്ട് അബൌട്ട് ദിസ് കാർ? ഈ കാർ ഇപ്പോഴും ജെറിയുടെ പേരിലല്ലേ? We had some deals. That's why the car is still with me. ജെറിക്ക് സ്പോർട്സ് കാറുകളുടെ വലിയ കമ്പമാണല്ലേ? ഇത് കൂടാണ്ട് ഒരു യെല്ലോ സ്പോർട്സ് കാറും കൂടെ ഉണ്ടല്ലേ? Yeah, I think so. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഡീൽ ഉറപ്പിക്കാൻ 5 ലക്ഷം ദിർഹവുമായി പോയ ശേഖർജി അപകടപ്പെടുത്തിയത് ഒരു യെല്ലോ സ്പോർട്സ് കാറിൽ വന്നവരാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ദി ആക്സിഡൻറ്റ് ദേ ഹാവ് വാനിഷ്ഡ്. ആ ക്യാഷും. What do you mean? ഓഫീസ് സ്റ്റാഫിൽ സൂസന് മാത്രമാണ് ആ ഡീലിനെ പറ്റിയും ആ ക്യാഷിനെ പറ്റിയും അറിയാവുന്നത്. ഇപ്പോൾ മീനിങ് എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ലേ? സർ, ഇയാൾ പറയുന്ന കഥകൾ കേട്ട് എന്നെ വെറുതെ സംശയിക്കരുത്. ഞാൻ ആരുടെയും കഥകൾ വിശ്വസിക്കാറില്ല. തെളിവുകൾ മാത്രമാണ് എൻ്റെ വിശ്വാസം. ക്യാൻ യു പ്ലീസ് ട്രൈ ആൻഡ് ഐഡൻറ്റിഫൈ ഹൂസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ദിസ്? Yeah, hello. Walaikum assalam. Hi Rashid. How are you? Alhamdulillah. I also learned some Arabic words. Okay. Oh, thank God.
I'll be there within another 45 minutes. Yeah. That's not a problem. Oh, we'll meet there. Okay, okay. എന്താ സൂസൻ ഈ കയ്യക്ഷരം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? No, sir. I don't think so. I got an urgent meeting. I'll meet you guys some other time, okay? Bye. മിസ്റ്റർ റോബി, തിരിച്ചു പോകാനുള്ള വഴി അറിയാമല്ലോ അല്ലേ? No problem. ഒരു ഇന്റർനാഷണൽ ലൈസൻസും GPS ഉണ്ടെങ്കിൽ ആർക്കും എവിടെ വേണമെങ്കിലും പോകാം. Bye. ഓക്കെ. ശേഖർജിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തിരുന്ന നീ ആ ബുദ്ധി ശേഖർജിക്കെതിരെ പ്രയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. Hold your tongue. താങ്കൾ ഇത്ര വലിയ മാന്യനൊന്നും ആകണ്ട. ആ ലെറ്ററിലെ ഹാൻഡ് റൈറ്റിംഗ്, I can feel some similarities somewhere. അത് ഞാൻ കണ്ടുപിടിക്കും. അപ്പ പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. ദൂരം 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 ഇനി എത്ര ദൂരം ഇരുളിൻ മറവിൽ ഇടനാഴി നീളുന്നു ഇടറും ചുവടുകളിൽ നീ ആരെ തേടുന്നു അറിയാത്ത വഴികൾ നിൻ മുന്നിൽ നീളുന്നു അതിദൂരമെങ്ങോ ഒരു മിന്നൽ പിടയുന്നു ദൂരം 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 ഇനി എത്ര ദൂരം ഇപ്പോഴും ഒബ്സർവേഷനിലാണ്. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നു? ഞാൻ തിരിച്ച് വിളിക്കാം. മറ്റു വിശേഷങ്ങളൊന്നുമില്ല. I'll call you back. Hi, Jerry. Yeah. Robbie Fernandez. കഥ എന്തെന്നറിയാതെ പൊരുളെന്തെന്നറിയാതെ മൂക്കം അവൾ തേങ്ങി കഥ എന്തെന്നറിയാതെ പൊരുളെന്തെന്നറിയാതെ മൂക്കം അവൾ തേങ്ങി കഥ എന്തെന്നറിയാതെ പൊരുളെന്തെന്നറിയാതെ മൂക്കം അവൾ തേങ്ങി അറിയാത്ത വഴികൾ നിൻ മുന്നിൽ നീളുന്നു അതിദൂരമെങ്ങോ ഒരു മിന്നൽ പിടയുന്നു ദൂരം ദൂരം ദൂരം
ശേഖർജിക്ക് അന്നത്തെ ആക്സിഡൻറ്റിനെ പറ്റി എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരു മഞ്ഞക്കാർ എന്നെ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം ബ്ലാങ്കാണ്. റിലാക്സ് റിലാക്സ്. യെസ്. Shekharji, your favorite game. Hope you'll enjoy. ശേഖർജി, ഇത് നല്ല കുറച്ച് ക്ലാസിക് ബുക്സാണ്. തീർച്ചയായും ബോറടിപ്പിക്കില്ല. ടേക്ക് കെയർ. സീ യു ദെൻ. ഓക്കെ, ബൈ. ക്യാഷ് സ്റ്റിൽ മിസ്സിംഗ്. ദൂരം 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 ഇനി എത്ര ദൂരം. തിരമാലകൾ ഉയരുമ്പോൾ അവ പിന്നെ ചിതറുമ്പോൾ ദൂരെ നാം പിരിഞ്ഞു. തിരമാലകൾ ഉയരുമ്പോൾ അവ പിന്നെ ചിതറുമ്പോൾ ദൂരെ നാം പിരിഞ്ഞു. ഒരു ബിന്ദുവായി നീ ദൂരെ മറയുന്നു. തിരികെ മടങ്ങാൻ വഴികൾ തേടുന്നു. ദൂരം 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 ഇനി എത്ര ദൂരം. മോർണിംഗ് ഡോക്ടർ. Good morning. How's the BP? 200 by 110. How is he? BP showing too high than yesterday. Shekharji, just relax. Mind ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ടെൻഷൻ ഫ്രീ ആക്കൂ. എവറിത്തിങ് വിൽ ബി ഫൈൻ. അതന്നെയാണ് ഞാനും പറയുന്നത്. 2 ബുക്സ് കൊടുത്തിരുന്നു ഞാൻ. ഇത് വായിച്ചിട്ടുണ്ടോ ഇല്ലയോ? Presbyopia +2 and an eyesight. Without my specs, I can't even read the title of the book. ഓ സോറി, ഞാനത് മറന്നു. ഇന്ന് തന്നെ ഒരെണ്ണം വാങ്ങാം. വീട്ടിൽ സ്പെയർ ഉണ്ട്. BP നോർമൽ ആവാണ്ടേ വീട്ടിൽ പോകാമെന്ന് കരുതണ്ട കേട്ടോ. നോ പ്രോബ്ലം. ഐ വിൽ ബ്രിങ് ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. ഇരുളിൻ മറവിൽ ഇടനാഴി നീളുന്നു. ഇടറും ചുവടുകളിൽ നീ ആരെ തേടുന്നു. അറിയാത്ത വഴികൾ നിൻ മുന്നിൽ നീളുന്നു. അതിദൂരമെങ്ങോ ഒരു മിന്നൽ പിടയുന്നു. ദൂരം 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 ഇനി എത്ര ദൂരം.
ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഉത്തരങ്ങൾ നൽകിയ കേസായിരുന്നു ഇത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഐ ഫൗണ്ട് ഹിം. മറിഞ്ഞിരുന്നുകൊണ്ട് ശേഖർജിയെ ത്രട്ടൺ ചെയ്യുകയും ബിസിനസ് തകർക്കാൻ ശ്രമിക്കുകയും അവസാനം ഒരു ആക്സിഡന്റിൽ വരെ കൊണ്ടെത്തിച്ച ആ വ്യക്തിയെ ഞാൻ ഒടുവിൽ കണ്ടെത്തി. There is a motive behind every action. അതേപോലൊരു മോട്ടീവ് എലിമെന്റ് ഈ കേസിലുണ്ട്. അത് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു 35 വർഷം പിറകിലേക്ക് പോകണം. മധ്യ തിരുവിതാംകൂറിലെ ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ കർഷക കുടുംബം, അച്ഛനും അമ്മയും അവർക്ക് 2 ഇരട്ടക്കുട്ടികളും, ശേഖരനും മാധവനും. സന്തോഷപൂർവമായ അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രതീക്ഷകളും മോഹങ്ങളും അവരെ ഉയരങ്ങളിലേക്ക് നയിച്ചു. ആ ഉയർച്ചയിൽ അപ്രതീക്ഷിതമായ ചില കാരണങ്ങൾ അവരെ ഒരു വീഴ്ചയിലേക്ക് തള്ളിയിട്ടു. കൃഷിയിൽ സംഭവിച്ച ഏറ്റക്കുറച്ചിലുകളും അപ്രതീക്ഷിതമായ പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ അവരുടെ ചെറിയ ജീവിതത്തെ വല്ലാതെ പിടിച്ചുലച്ചു. തലയ്ക്ക് മുകളിൽ കയറിയ കടവും ബാങ്ക് വായ്പയും കുടുംബനാഥന് നൽകിയത് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അതൊടുവിൽ അയാളെ ആത്മഹത്യയിലേക്ക് നയിച്ചു. എരിയുന്ന ചിതയുടെ അപ്പുറം ചെറിയ 2 കുട്ടികളുടെ കൈയും പിടിച്ച് ആ അമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്നു. ജീവിതം എന്തെന്ന് പോലും അറിയാത്ത 2 ബാല്യങ്ങൾ അങ്ങനെ അനാഥത്വത്തിന് അടിമയായി. മുന്നോട്ടുള്ള അവരുടെ പ്രയാണം ചില കുടുംബക്കാരുടെയും അഭീതകാംക്ഷികളുടെയും സഹായത്താൽ നിരങ്ങി നീങ്ങി. നാട്ടിൽ പടർന്നു പിടിച്ച് ഏതോ ഒരു രോഗം മൂലം ഇളയ ആൺകുട്ടി കിടപ്പിലായി. ദാരിദ്ര്യം കൊണ്ടും അവശ്യ സമയത്തിൽ ചികിത്സ കിട്ടാത്തതുകൊണ്ടും രോഗം മൂർച്ഛിക്കുകയും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ആ കുടുംബത്തിലെ 2ാമത്തെ ആഘാതം. എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്തുകൊണ്ട് ശേഷം ജീവിതം അവർ മുന്നോട്ട് നയിച്ചു. പഠനം കഴിഞ്ഞ് ആരുടെയൊക്കെയോ സഹായത്താൽ ശേഖരൻ ഒരന്യദേശത്തിൽ ചെന്ന് ചേർന്നു. ഒരു ചെറിയ ക്ലാർക്കായി ജോലി തുടങ്ങിയ ശേഖരൻ എന്തൊക്കെയോ മനസ്സിൽ കുറിച്ചുകൊണ്ട് മുന്നേറുകയായിരുന്നു. ഒരു പടക്കുതിരയെപ്പോലെ തൻ്റെ ഉയർച്ചയിൽ തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള മാർഗത്തിലൂടെ അയാൾ കുതിക്കുകയായിരുന്നു. ആ നഗരം വളരുന്നതോടൊപ്പം ശേഖരനും വളരുകയായിരുന്നു. അങ്ങനെ ആ നാട്ടിൻപുറത്തുകാരൻ ശേഖരൻ ശേഖർജിയായി മാറി. ശേഖർജിയുടെ ജീവിതവും ആ കുറ്റവാളികളുമായി എന്ത് ബന്ധം? സൂരജ് കരുതുന്നത് പോലെ ഇതിൻ്റെ പിന്നിൽ സൂസനോ ജെറിയോ അല്ല. അതേപോലെ സൂസന്റെ നിഗമനവും തെറ്റാണ്. സൂരജ് ഹീസ് ഇന്നസെന്റ്. Then who? Who did this? Who did this? Did. D-I-D. ലാസ്റ്റ് ഇയർ ഒരു ഹോളിഡേ ട്രിപ്പിലാണ് ബാംഗ്ലൂർ ഗോൾഫ് ക്ലബിൽ വെച്ച് ഞങ്ങൾ ആദ്യമായി പരിചയപ്പെടുന്നത്. തികച്ചും വ്യത്യസ്തനായൊരു ക്യാരക്ടർ, ഷാർപ്പ് ആൻഡ് ഫോക്കസ്ഡ്. തൻ്റെ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനുകളെപ്പറ്റി അദ്ദേഹം വളരെയധികം സംസാരിച്ചു. വൈറ്റ് ഫീൽഡിലെ അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ചില നല്ല സായാഹ്നങ്ങൾ പങ്കിട്ടു. അപ്പോഴാണ് ശേഖർജിയുമായി കൂടുതൽ അടുത്തിടപഴകാൻ കാരണമാകുന്നതും അദ്ദേഹം തൻ്റെ മനസ്സ് തുറക്കുന്നതും. I want to trap him like this. ശേഖർജിയുടെ വ്യക്തി ജീവിതത്തിൽ അധികം കടന്നു ചെല്ലാതെ ഞാൻ ഒഴിഞ്ഞു നിന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഞാനുമായി ഷെയർ ചെയ്തു. ഒരു പോലീസുകാരൻ്റെ ജിജ്ഞാസ എന്നിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നു.
പക്ഷേ എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ശേഖർജിയുടെ ആക്സിഡൻറ്റ്, എൻ്റെ ഐഡൻറ്റിറ്റി സൂരജിനോടും സൂസനോടും എനിക്ക് നേരത്തെ പറയേണ്ടി വന്നു. ആദ്യ ദിവസം തന്നെ സൂരജിൻ്റെ ഇന്നസെൻസ് എനിക്ക് ഏറെക്കുറെ മനസ്സിലായി. പക്ഷേ സൂസനും സ്വന്തമായി ലോ സ്പോർട്സ് കാറുള്ള ജെറിയും അപ്പോഴും എൻ്റെ സംശയത്തിൻ്റെ നിഴലിലായിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യലിൽ നിന്നും ചേസ് ചെയ്ത സ്പോർട്സ് കാറിൻ്റെ ഉടമയെ കണ്ടെത്തിയതുകൊണ്ട് ജെറിയും നിരപരാധിയാണെന്ന് മനസ്സിലായി. ശേഖർജിയുടെ ഇടപാടുകളെ പറ്റി അറിയാവുന്ന സമീറിലേക്കും അന്വേഷണം എത്തിച്ചു. പക്ഷേ അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും അയാൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്ന് മനസ്സിലായി. ആദ്യമായി ഞാനൊരു പൂർണ്ണ തോൽവിയാകുമെന്ന് ആശങ്കയിലിരിക്കുമ്പോഴാണ് ഒരു ദിവസം ശേഖർജി തൻ്റെ ഐസൈറ്റിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ അന്ന് തന്നെ കണ്ണട എടുക്കുവാനായി ശേഖർജിയുടെ വീട്ടിൽ ഞാൻ പോയി. Hello, sir. Excuse me, doctor is calling. ഓക്കെ. Physically, Shekharji is improving day by day. But mentally, he is not. So, we are little bit confused. ചില നേരത്ത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം മറ്റൊരു രീതിയിലാണ്. ഉദാഹരണത്തിന് ഇന്ന് രാവിലെ കണ്ണടില്ലാതെ ബുക്ക് വായിക്കാൻ പറ്റില്ല എന്ന് തർപ്പിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? യെസ്, ഐ ജസ്റ്റ് ബ്രോട്ട് ബാക്ക് ദി സ്പെക്സ്. ഓക്കെ. പക്ഷേ ഡോക്ടർ സ്മിതയുടെ അനുഭവം മറ്റൊന്നായിരുന്നു. Good morning. മോർണിംഗ്. How are you feeling today? ബെറ്റർ. Good. Reading also heals. Absolutely. Once I finish, I'll give it to you. It's a nice work. Thank you, Shekharji. Oh, something strange. മേ ബി ആ ഹെഡ് ഇഞ്ചുറിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം. I want to talk to you something personal. ഓക്കെ, പ്ലീസ്. അങ്ങനെ ഡോക്ടറോട് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തു. ഇത്രയും ദിവസം കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷന് യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ലായിരുന്നു. പക്ഷേ ശേഖർജിയുടെ സ്പെക്സ് എടുക്കാനായി വീട്ടിൽ പോയ ഞാൻ അങ്ങനെ 5ാമത്തെ കത്തും കിട്ടി. അതും എൻ്റെ കമ്പനിയുടെ ലെറ്റർ പാഡിൽ. അവിടെ ഞാൻ കണ്ടത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ഐ വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഹലീം ഈസ് അവർ വിസിറ്റിംഗ് പ്രൊഫസർ. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഈ കേസിൽ നിർണായകമായി. ഡോക്ടർ പറഞ്ഞതുപോലെ MRIയിലധികം കുഴപ്പമൊന്നും കാണുന്നില്ല. ഓക്കെ. ആ
നോക്കാം. അങ്ങനെ പലതവണ ഡോക്ടർ അദ്ദേഹത്തെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കി. ഈ കേസിലെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാൻ സംശയിച്ചത് തന്നെ ടൈപ്പ് ഓഫ് ഐഡൻറ്റിറ്റി ഡിസോർഡർ. യു മീൻ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി? അങ്ങനെയും പറയാം. മെഡിക്കൽ ടേംസിൽ ഇതിനെ ഡിസസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അഥവാ DID എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് ശേഖർജിക്ക്. Really, it's a severe condition in which two or more distinct identities alternately take control of an individual. ഈ അവസ്ഥ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പലർക്കും പലതാണ്. ബട്ട് ഇൻ ദിസ് കേസ് ഹി ഈസ് ദ വിക്ടിം ഓഫ് എ ചൈൽഡ്ഹുഡ് ട്രോമ. കുട്ടിക്കാലത്തുണ്ടായ ദുരന്തങ്ങൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. തൻ്റെ അച്ഛൻ്റെ വേർപാടിനേക്കാൾ ഇരട്ട സഹോദരൻ്റെ മരണമാണ് ശേഖർജിയിൽ കൂടുതൽ ആഘാതമുണ്ടാക്കിയത്. പക്ഷേ ആ കുരുന്നിൻ്റെ ഉപബോധ മനസ്സ് മാധവൻ്റെ ആ വേർപാട് അംഗീകരിച്ചിരുന്നില്ല. പണമാണ് എല്ലാത്തിനും വലുതെന്ന് ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി ഇവിടെ വന്ന ശേഖർജിയെ ഈ നഗരം 2 കൈ നീട്ടി സ്വീകരിച്ചു. ചെറിയൊരു ക്ലറിക്കൽ ജോലിയിൽ നിന്നും ഈ കാണുന്ന ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് വളർന്ന ശേഖർജി ഇതിനിടയിൽ മറന്നുപോയത് തൻ്റെ കുടുംബത്തിനെയും കൂടിയായിരുന്നു. 2 വർഷം മുമ്പ് സൂസൻ ജോയിൻ ചെയ്തതിനു ശേഷം സമീറിൻ്റെ ഇൻ്റർഫിയറൻസിലൂടെ ഒരു ബിസിനസ് മൊണോപ്പൊളി അദ്ദേഹം ലക്ഷ്യമിട്ടു. ആ യാത്രയിൽ പലരും അയാളുടെ ഇരയായി മാറിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലായിരിക്കണം തൻ്റേതായ ചെയ്തികളെ എതിർത്തുകൊണ്ട് ഒരു സെക്കൻഡ് പേഴ്സണാലിറ്റി രൂപം കൊള്ളുന്നത്. മരിച്ചുപോയ തൻ്റെ ഇരട്ട സഹോദരൻ മാധവനാണ് ശേഖർജിയെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുന്ന ഈ അപര വ്യക്തിത്വം. അത് അദ്ദേഹത്തിന് അറിയില്ല. ശേഖർജി എന്ന വ്യക്തിയുടെ ബോധമനസ്സിൽ മാധവൻ പതിയെ പതിയെ കയറിപ്പറ്റുകയായിരുന്നു. ശേഖർജിയുടെ പ്രയാണത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ തെറ്റുകളിലേക്ക് ഇടറി വീഴുമ്പോൾ ശേഖർജി മാധവനായി മാറുന്നു. ഭീഷണിക്കത്തുകൾ തനിക്ക് തന്നെ സ്വയം എഴുതുകയും ചില ഒഫീഷ്യൽ ടെൻഡർ കോട്ടുകൾ മറ്റ് കമ്പനികൾക്ക് ചോർത്തിക്കൊടുക്കുകയും ചെയ്തു പോന്നു. പക്ഷേ ശേഖർജി വിചാരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ സൂരജാണെന്നാണ്. എന്നാൽ സൂരജിൻ്റെ സംശയം സൂസനിലേക്കും. പിന്നെ ഇതിനെല്ലാം ഉപരിയായി ഹാൻഡ് റൈറ്റിംഗ് 2 പേഴ്സണാലിറ്റിക്കും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയാണ് ഐസൈറ്റും. ശേഖർജിക്ക് സ്പെക്സ് ഇല്ലാതെ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ബുദ്ധിമുട്ട് മറികടക്കാൻ സെക്കൻഡ് പേഴ്സണാലിറ്റിക്ക് കഴിയുന്നുണ്ട്. അന്ന് സൂസന് കിട്ടിയ ടെർമിനേഷനും ആക്സിഡൻറ്റിലേക്ക് നയിച്ച സംഭവങ്ങളും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു. സൂരജും ശേഖറുമായും അന്നത്തെ തർക്കത്തിനൊടുവിൽ ശേഖർജിയിലുണ്ടായ ഭാവമാറ്റം ശ്രദ്ധിച്ചിരുന്നു. ആ കുട്ടികൾക്ക് അവരുടെ അച്ഛനെ നഷ്ടപ്പെട്ടെ, ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടെ, ആ മാതാപിതാക്കൾക്ക് അവരുടെ മകനെയും. ഹീസ് എ ഫൂൾ. ആത്മഹത്യ അതിൻ്റെ പ്രതിവിധിയാണോ?
എബിൻ ജോർജിനെയും കുടുംബത്തിനെയും പറ്റി പറഞ്ഞ കാര്യങ്ങൾ ശേഖർജി തൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ദുരന്തങ്ങളെ ഓർമ്മിപ്പിക്കുകയും പെട്ടെന്ന് ഉള്ളിലുള്ള സെക്കൻഡ് പേഴ്സണാലിറ്റി ഉണരുകയും ചെയ്യുന്നു. അപ്പോഴാണ് സൂസൻ ഓഫീസിലേക്ക് വരുന്നതും ഉടനടി ടെർമിനേഷൻ ലെറ്റർ കിട്ടുന്നതും. ശേഖർജിയുടെ ഉള്ളിലെ മാധവൻ്റെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സൂസനെ ഒഴിവാക്കുക എന്നുള്ളത്. ഇതിൻ്റെ പിന്നിൽ സൂരജാണെന്ന സംശയത്തിൽ നിങ്ങൾ അയാളുമായി തർക്കിക്കുന്നു. പിറ്റേന്ന് ശേഖർജി നോർമലായി നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വന്നു. ഇപ്പോൾ സൂസന് മനസ്സിലായില്ലേ ഹാൻഡ് റൈറ്റിങ്ങിലെ സിമിലാരിറ്റി എങ്ങനെ വന്നു എന്ന്? ഇനി നമുക്ക് ആക്സിഡൻറ്റിലേക്ക് വരാം. അങ്ങനെ ആ ഡീൽ ഉറപ്പിക്കുവാനായി 5 ലക്ഷം ദിർഹംസുമായി പോയ ആ ദിവസം പതിവായി പോകാറുള്ള കോഫി ഷോപ്പിൽ ശേഖർജി വണ്ടി നിർത്തുന്നു. साहब क्या है? मेरे बच्चे को बीमार है, थोड़ा मदद करो ना. शुक्रिया साहब, लाख लाख शुक्र है. ആ കുട്ടികൾക്ക് അവരുടെ അച്ഛനെ നഷ്ടപ്പെട്ടെ, ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടെ, ആ മാതാപിതാക്കൾക്ക് അവരുടെ മകനെയും. ആ അവസ്ഥയിൽ ശേഖർജിയിലെ മാധവൻ പതിയെ അവിടെ ഉണരുകയായിരുന്നു. തൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടിയ ആ ഹതഭാഗ്യൻ്റെ മുഖം ശേഖർജി വല്ലാതെ അലട്ടി. താൻ മൂലം എബിൻ ജോർജും കുടുംബവും അനുഭവിച്ച നഷ്ടങ്ങൾക്ക് പരിഹാരമെന്നോണം ആ 5 ലക്ഷം ദിർഹംസ് എബിൻ ജോർജിൻ്റെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് ശേഖർ അന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. Hello? Sir, there is a meeting scheduled at 3 p.m. You will be attending it, right? Sir, can I reconfirm it? I'll be there by 40 minutes. Okay, thank you, sir. Yeah? Okay. Thank you so much. I'll be there in 40 minutes. Yeah, okay. തിരക്ക് പിടിച്ച് പുറപ്പെട്ട ശേഖർജി താൻ അറിയാതെ ചൊടിപ്പിച്ചത് അറിയാത്ത ഒരു അതിഥിയായിരുന്നു. അങ്ങനെയാണ് അതൊരു ചേസിൽ ചെന്നെത്തിച്ചത്. സോറി, ശരിക്കും അതൊരു റോഡ് റേജ് ആയിരുന്നു. പിന്നെപ്പോഴോ ആ മഞ്ഞ സ്പോർട്സ് കാർ അതിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞുപോയി. അതറിയാതെ ശേഖർജി ചെന്നെത്തിയത് ആ ആക്സിഡൻറ്റിലേക്കാണ്.
ഇരുളിൻ മറവിൽ ഇടനാഴി നീളുന്നു. ഇടറും ചുവടുകളിൽ നീ ആരെ തേടുന്നു? അറിയാത്ത വഴികൾ നിൻ മുന്നിൽ നീളുന്നു. അതിദൂരമെങ്ങോ ഒരു മിന്നൽ പിടയുന്നു. ദൂരം 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 ഇനി എത്ര ദൂരം? കഥ എന്തെന്നറിയാതെ പൊരുളെന്തെന്നറിയാതെ മൂകം അവൾ തേങ്ങി. കഥ എന്തെന്നറിയാതെ പൊരുളെന്തെന്നറിയാതെ മൂകം അവൾ തേങ്ങി. കഥ എന്തെന്നറിയാതെ പൊരുളെന്തെന്നറിയാതെ മൂകം അവൾ തേങ്ങി. അറിയാത്ത വഴികൾ നിൻ മുന്നിൽ നീളുന്നു. അതിദൂരമെങ്ങോ ഒരു മിന്നൽ പിടയുന്നു. ദൂരം 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 ഇനി എത്ര ദൂരം? തിരമാലകൾ ഉയരുമ്പോൾ അവ പിന്നെ ചിതറുമ്പോൾ ദൂരെ നാം പിരിഞ്ഞു. തിരമാലകൾ ഉയരുമ്പോൾ അവ പിന്നെ ചിതറുമ്പോൾ ദൂരെ നാം പിരിഞ്ഞു. ഒരു ബിന്ദുവായി നീ ദൂരെ മറയുന്നു. തിരികെ മടങ്ങ